എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ ഫ്ലെയിം മോൺസ്റ്റർ അതാണെങ്കിൽ ഓരോരോ ഫ്ലോറുകൾ തകർത്ത് തകർത്ത് താഴേക്ക് വരികയാണ്. കൊച്ചിയുടെ പ്ലാൻ അനുസരിച്ച് കാഞ്ചറോ ക്രിയേറ്റ് ചെയ്ത ആ ജയന്റ് അതിന്റെ ലക്ഷ്യം ഇപ്പോൾ ബേസ്മെന്റിലുള്ള ആ ഒരു ആയുധങ്ങളെല്ലാം തന്നെ കത്തി നശിപ്പിച്ച് വലിയൊരു സ്ഫോടനം അത് മുഴുവനായിട്ട് നശിപ്പിക്കുക. അതിലൂടെ ഒറോച്ചിയുടെ ഡ്രീം സാക്ഷാത്കരിക്കുക. അവരുടെ ലക്ഷ്യം ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുക എന്നതാണ്. ഒറോച്ചി ആണെങ്കിൽ ആ ഒരു റൂമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ഫ്ലെയിം ജയന്റിന്റെ അടുത്തേക്ക് പോകാനായിട്ട് എല്ലാവർക്കും ഒരുപാട് പേടി. കാരണം അതെല്ലാവരും അബ്സോർബ് ചെയ്ത് കത്തി എരിയിച്ച് കളയുകയാണ്. ഉള്ളവരെല്ലാവരും വണ്ടറടിച്ച് അത് എവിടേക്ക് പോകുന്നു, എന്താണ് അതിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാതെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അത് അണ്ടർഗ്രൗണ്ടിലുള്ള ആ വെപ്പൻസ് റൂമിലേക്കാണ് പോകുന്നതെന്ന് യമട്ടോ അവൾ തിരിച്ചറിയും. അവളാണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പോൾ ഉള്ള ഫ്രണ്ട് ജയന്റിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. ഇത്രയും വേഗം അതിനെ തടഞ്ഞിട്ടില്ല എങ്കിൽ വെപ്പൻ റൂമിലെത്തി അത് മുഴുവനായിട്ടും പൊട്ടിത്തെറിക്കും. കൈഡോയും ബിഗ്മോവും അവർ രണ്ടുപേരും ലോഡ്സുകളായതുകൊണ്ട് തന്നെ രക്ഷപ്പെടും. ബാക്കിയുള്ളവരെല്ലാവരും ഇവിടെ കിടന്ന് മരിക്കും. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ആണെങ്കിൽ ഹെൽപ്പിന് വിളിക്കേണ്ട താമസം. ജയന്റ് ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവളോടൊപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉഷാറായിട്ട് പോകും. ഔട്ട് ചെയ്ത് ഇപ്പോൾ ആ ഒരു ജയന്റിന്റെ തല കാണിക്കും. അവിടെയാണ് നമ്മുടെ റോബിനും ബ്രൂക്കും വീണ് കിടക്കുന്നത്. അവരാണെങ്കിൽ നൈസായിട്ട് താഴേക്ക് ഇറങ്ങും. ഹൈപ്പർപോൾ ആളുകൾ അവര് തേയിൽ വീണ് വെന്തു മരിച്ചു എന്ന് കരുതി അവരാശ്വസിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവർ ആ തേയിലൂടെ ഒരു പോറൽ പോലും പറ്റാതെ പുറത്തേക്ക് വരുന്നത് കാണാം. അവർക്ക് ഹോക്കി പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരതിലൊന്നും പെട്ടുപോവാതെ തിരിച്ചു വരികയാണ്. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേസമയം നേവിക്കാരെ മറ്റൊരാൾ ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങും. ഫോട്ടോ എടുത്തത് മറ്റാരുമല്ല, സാക്ഷാൽ ഹപ്പോവും. കാരണം മറ്റൊന്നുമല്ല, സൈബർപോൾ മെമ്പേഴ്സ് അവരൊരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ല. ഗവൺമെന്റിന്റെ അണ്ടറിലല്ലാത്ത ഒരു ഐലാൻഡിലേക്ക് വന്ന് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മുടെ ഹപ്പോ അവന്റെ ക്യാമറയിൽ പകർത്തിയെടുത്തത്. ഹപ്പോമാണെങ്കിൽ വിളിച്ചു പറയും, ഈ ഫോട്ടോഗ്രാഫ്സ് അത് ഞാൻ മോർഗന് സെയിൽ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് പേരെ അറിയിക്കും. നിങ്ങൾ ഡോഫ്ലമിംഗോയുടെ ഇടനിലക്കാരിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അവനങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അത് കേട്ട് കൺട്രോൾ പോയ സൈബർപോൾ മെമ്പേഴ്സ് അവരാണെങ്കിൽ അവരുടെ വിരൽ ഞൊട്ടിക്കും. അടുത്ത നിമിഷം ഈ ഏതൊക്കെയോ പവറുകൾ എവിടുന്നൊക്കെയോ പറന്നു വന്ന് അവനെ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. മുണ്ടയിലൂടെ ചോര തുളുമ്പി ഇപ്പൊ ഹപ്പോംസ് അവനാണെങ്കിൽ ഞൊടിയിടയിൽ അവിടെ മരിച്ചു വീഴുകയാണ്. അവന്റെ തൊട്ടു പിന്നാലെ വന്ന ഡ്രേക്ക് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. പക്ഷേ ഡ്രേക്കും ഒരു നേവി ഓഫീസറാണ്. സോ അവനാണെങ്കിൽ കോൺഫിഡൻസോട് കൂടെ അവരുടെ അടുത്തേക്ക് വരും. അതിനാ CP9 മെമ്പേഴ്സ് പറയും, നീയും ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. അവിടെ ഈ ഒരു രഹസ്യം അത് വെളിയിലായാൽ വലിയ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് അവർ വീണ്ടും അവന് നേരെ കൈ നീട്ടുകയാണ്. ഡ്രേക്ക് ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവരെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. കാറ്റ് പോയെന്ന് കരുതിയ നമ്മുടെ ഹപ്പോംസ് അങ്ങനെ ചാടി എഴുന്നേറ്റ് അവന്റെ ഇൻസ്ട്രുമെന്റ് വായിക്കുകയാണ്. അടുത്ത നിമിഷം CP9 സോൾജിയർ ആളങ്ങനെ തെറിച്ചു പോകും. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആണെങ്കിൽ അവന്റെ കളർ ഓഫ് ഹോക്കി പവർ അതുപയോഗിച്ചാണ് അവനെ അറ്റാക്ക് ചെയ്തത് പ്രിവെന്റ് ചെയ്തത്. ഡ്രേക്കിനാണെങ്കിൽ അവൻ ജീവനോട് കൂടെ വന്നത് വളരെ വലിയ അത്ഭുതം. അവൻ വണ്ടർ അടിച്ച് അവനെ തന്നെ നോക്കും. ഹപ്പോംസും ഡ്രേക്കും ആണെങ്കിൽ ഇപ്പൊ ഒറ്റക്കെട്ടായി നിന്ന് ആ സൈബർപോൾ ടീമുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. ഡ്രേക്ക് ആണെങ്കിൽ ഞൊടിയിടയിൽ ഡ്രാഗൺ ഫോമിലേക്ക് മാറും. ഹപ്പോംസ് ആണെങ്കിൽ ഫസ്റ്റ് അറ്റാക്ക് ആ നേവി സോൾജിയേഴ്സിന് നേരെ നടത്തുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ മൊമന്റോസ്കെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ മണിക്കൂറുകളോളം അധ്വാനിച്ച് ഇപ്പോൾ ഒരു റൗണ്ട് ക്ലൗഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവനെ ബൂസ്റ്റ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റും, ലൂഫിയെ പോലെ തന്നെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പോസിബിൾ ആക്കി മാറ്റുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവനെ തന്നെ പുഷ് ചെയ്ത് ആ ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ വിശ്വസുന്ദരിയെ കാണിക്കും. അവളാണെങ്കിൽ വീണ്ടും അവളുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്ത് വായിച്ചു കൊണ്ടേയിരിക്കും. പൂച്ചയാണെങ്കിൽ അവളുടെ മുൻപിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളത് മൈൻഡ് പോലും ചെയ്യില്ല. അവൾ അവിടെ മ്യൂസിക് വായിക്കുന്നതോറും ഇവിടെ സോറോയുടെ കയ്യിൽ താഴെ വീണ ലെജൻഡറി എൻമാ സ്ക്വാഡ് അതിലേക്ക് അവന്റെ പവർ അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ആണെങ്കിൽ ഇപ്പൊ ആ സ്ക്വാഡിനോട് ദേഷ്യപ്പെടും. എൻമാ സ്ക്വാഡ് എന്റെ പെർമിഷൻ ഇല്ലാതെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആണെങ്കിൽ വീണ്ടും ആ സ്ക്വാഡ് എടുത്ത് കിങ്ങുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കിങ് ആണെങ്കിൽ അവനെ ഇൻസൾട്ട് ചെയ്യും. എന്തുപറ്റി, നിനക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ നിനക്ക് അറ്റാക്ക് ചെയ്ത് തരാനായിട്ട് നിന്ന് തരാമെന്ന് പറഞ്ഞ് ക്യാഷ്വലായിട്ട് പോസിട്ട് നിൽക്കുകയാണ്. സോറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അപമാനം. അവൻ സ്ക്വാഡ് എടുത്ത് വയറ്റിൽ തന്നെ കുത്തി ഇറക്കും. പക്ഷെ കിങ്ങിനാണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവൻ അങ്ങനെ ക്യാഷ്വലായിട്ട് നിൽക്കും. അടുത്ത നിമിഷം കിങ് ആണെങ്കിൽ ഒരു വലിയ പവർ അത് ആ സ്ക്വാഡിലേക്ക് അങ്ങനെ തെറിപ്പിച്ച് സോറോയെ ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കും. നമ്മുടെ മൊമന്റോസ്കി അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോൾ ഒരു റൗണ്ട് ആ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ക്ലൗഡ്സ് ക്രിയേറ്റ് ചെയ്ത് റൗണ്ട്സ് ഉണ്ടാക്കിയാൽ മാത്രമേ കൊണ്ട് ഒരകഷിമ അത് പുറകിലേക്ക് പുഷ് ചെയ്യാനാവൂ. സോ അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയാണ് ലൂഫി ടീമും അവരെല്ലാവരും കൈഡോയായിട്ട് ഏറ്റുമുട്ടുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു കാര്യമാണിത്. അതിന് എൻ്റെ ഫുൾ എഫേർട്ടും കൊടുക്കണമെന്ന് പറഞ്ഞ് അവനെ തന്നെ ബൂസ്റ്റ് ചെയ്ത്
അവന്റെ മാക്സിമം കൊടുത്ത് അടുത്ത റൗണ്ട് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാഞ്ചി അവനവന്റെ കൺട്രോൾ പോയി. ഇത്രയും നേരം കാലിൽ മാത്രം ഫയർ കൊണ്ടുവരുന്ന സാഞ്ചി അവനിപ്പോ ഹോൾ ബോഡി ഫയർ കൊണ്ടുവന്നിരിക്കുകയാണ്. അവനങ്ങനെ ഫയർ പിടിച്ച് കറങ്ങി കറങ്ങി ക്വീനിന്റെ കഴുത്തിന്റെ ഭാഗം അത് തന്നെ ലക്ഷ്യമിട്ട് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവൻ തെറിച്ചു പോയി വീഴും. ഇത്രയും വലിയൊരു അറ്റാക്കില് അവന് കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഇമ്പാക്റ്റ് പറ്റിയെന്ന് കരുതി സാഞ്ചി ആണെങ്കിൽ അവനെ നോക്കും. പക്ഷെ ക്വീൻ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് എഴുന്നേറ്റ് നിന്ന് ഇത്തവണത്തെ നിന്റെ പഞ്ച് അത് സൂപ്പറായിരുന്നു. പക്ഷെ ആ ഒരു സ്യൂട്ട് അതുകൂടെ ഇട്ട് നീ ഫൈറ്റ് ചെയ്യായിരുന്നെങ്കിൽ കുറെ കൂടെ അടിപൊളിയായിരുന്നേനെ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും സാഞ്ചിയെ വെറുപ്പിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അവന്റെ ദേഷ്യം അത് കൂടി വരികയാണ്. നീ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന് എനിക്കറിയാം. അതൊരു ക്വീൻ പറയും, നീ ഇമോഷണലി ഡാമേജ് അല്ലേ, അതുകൊണ്ടല്ലേ നീ നിന്റെ സുഹൃത്ത് സോറോയെ വിളിച്ച് നിന്നെ തന്നെ കൊല്ലാനായിട്ട് അവനോട് റിക്വസ്റ്റ് ചെയ്തത്. നിന്റെ മാനസിക നില അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതിനെ കൂടുതൽ ഞാൻ വൈകൃതമാക്കും. മാത്രമല്ല കേസ് നിന്റെ മെന്റൽ സ്റ്റെബിലിറ്റി അത് നിനക്ക് നഷ്ടപ്പെട്ടു പോയാലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. സോറോ അവൻ നിന്നെ കൊല്ലില്ല. എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ മരണം. കാരണം നിന്റെ ഫ്രണ്ട് സോറോ അവൻ എത്രയൊക്കെ മാസമായിട്ടും സ്ട്രോങ് ആയിട്ടും കിങ്ങിനെ അറ്റാക്ക് ചെയ്താലും യാതൊരു പ്രയോജനവും ഇല്ല. കാരണം കിങ്ങിന്റെ പവർ എന്താണെന്ന് എനിക്കറിയാം. അവനെ എളുപ്പം ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ സോറോ അവനാണെങ്കിൽ ആ വലിയൊരു അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിൽ അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല അവന്റെ പവർ അത് അൺബീറ്റബിൾ ആണ്. അവനെ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് സോറോ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ആണെങ്കിൽ അവന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് വീണ്ടും കിങ്ങുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ക്വീൻ പറയും, കിങ് അവൻ ലുണേരിയൻസ് ടീമിലെ ഒരു മെമ്പറാണ്. ആ ലുണേരിയൻസിൽ അവൻ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അവനെ കൊണ്ട് സ്വന്തമായി ഫയർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഒരു അറ്റാക്കിംഗ് സ്റ്റൈല് അത് വളരെ ഡിഫറെൻ്റ് ആണ്. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് യാതൊരു കൂസലുമില്ല. അവൻ ഹായ് ആയിട്ട് നിൽക്കും. അതിൽ കൺട്രോൾ പോയ ക്വീന് അവളാണെങ്കിൽ അവന്റെ വെപ്പൻസ് ഉപയോഗിച്ച് സാഞ്ചിയെ അറിഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യും. അതേസമയം സോറോ അവന്റെ വൺ സ്ക്വാഡ് ഫൈറ്റിംഗ് ടെക്നിക്ക് അതുപയോഗിച്ച് ഇപ്പോൾ ഞൊട്ടിയിടയിൽ കിങ്ങിനെ ആഞ്ഞു വെട്ടുകയാണ്. സോറോട് ആ ഒരു അറ്റാക്കിലെങ്കിലും അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി പ്രതീക്ഷയോടുകൂടെ സോറോ നോക്കും. പക്ഷേ കിങ്ങിനാണെങ്കിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത നിമിഷം ശിസുന്ദരിയുടെ മ്യൂസിക് അത് വീണ്ടും അവിടേക്ക് ഒഴുകിയെത്തും. ആ എൻമ സ്ക്വാഡ് അത് കൺട്രോൾ പോയി അങ്ങനെ പവർ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ കാല് വഴുതി അവൻ താഴേക്ക് വീഴുകയാണ്. അപ്പോഴായിരിക്കും അവൻ ആ എൻമ സ്ക്വാഡിൽ പിടിക്കുക. അത് കൊടുത്ത ആള് അവനോട് പറഞ്ഞത് അതൊരു കേഴ്സ് സ്ക്വാഡാണെന്നാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ കടക്കാരനാണെങ്കിൽ ആ സ്ക്വാഡ് അത് സോറോയെ ഏൽപ്പിക്കുന്ന സമയം തന്നെ അവനോട് പറയും, ഒരു കേഴ്സ് സ്ക്വാഡാണ് ഇത്, നീ ഉപയോഗിക്കുകയാണെങ്കിൽ നീ മരണപ്പെടും. ഇതുവരെ ഈ സ്ക്വാഡ് ഉപയോഗിച്ചവരെല്ലാവരും മരണപ്പെട്ടു. അത് കേട്ട് സോറോ ആണെങ്കിൽ ആ സ്ക്വാഡ് പിടിച്ചു വാങ്ങിക്കും. ഇത് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ കേഴ്സ് സ്ക്വാഡ് ആയിരിക്കും, മേ ബി എനിക്ക് ഇതൊരു ബ്ലെസ്സിങ് സ്ക്വാഡ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൻ ആ സ്ക്വാഡ് മുകളിലേക്ക് എറിയും. അത് അവന്റെ കൈ വെട്ടി എറിയുകയാണെങ്കിൽ ഇത് സോറോയ്ക്ക് കേഴ്സ് ആയിരിക്കും. അതല്ല എങ്കിൽ അത് അവന് ലക്കായിരിക്കും. ഓപ്പോണർ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും. ആ ഒരു കിറ്റക്സു സ്ക്വാഡ് അത് അവന്റെ കൈയുടെ തൊട്ടടുത്തെത്തി അങ്ങനെ സ്പിൻ ചെയ്ത് നിലത്ത് കുത്തിയിറങ്ങും. അന്നേ സോറോ ഉറപ്പിച്ചതാണ് അതൊരു കേഴ്സ് സ്ക്വാഡല്ല, സോറയ്ക്ക് അതൊരു ബ്ലെസ്സിങ് സ്ക്വാഡാണെന്ന്. അതിനുശേഷം പെണ്ണിന്റെ മാസ്റ്റർ ആളും ആ ഒരു സ്ക്വാഡ് തിരിച്ചറിഞ്ഞതാണ്. അതാദ്യമായിട്ടാണ് ഒരാൾക്ക് വഴങ്ങുന്നതെന്നും അദ്ദേഹം മനസ്സിലാക്കി. ആ ഒരു സ്ക്വാഡ് അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും അതിനെ കീഴടക്കാനും കഴിഞ്ഞത് സോറോയ്ക്ക് മാത്രമാണ്. കട്ട് ചെയ്ത സോറോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് താഴേക്ക് പോവാണ്. അടുത്ത നിമിഷം കിങ് ആളങ്ങനെ കറങ്ങി വന്ന് സോറോയെ മുകളിലേക്ക് ചവിട്ടി തെറിപ്പിക്കും. അവനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് മുകളിൽ വന്ന് ലാൻഡ് ആവുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ മൂന്നാമത്തെ സ്ക്വാഡിലേക്ക് അവൻ നോക്കുക. അതവന്റെ ഏറ്റവും പഴയ സ്ക്വാഡാണ്. മരിച്ചുപോയ ക്വീനയോട് ഞാൻ തീർച്ചയായിട്ടും വേൾഡിലെ നമ്പർ 1 സ്ക്വാഡ്സ്മാൻ ആവുമെന്ന് പറഞ്ഞാണ് ആ ഒരു സ്ക്വാഡ് അവൻ സ്വന്തമാക്കിയത്. അവസാനമായി എൻമ സ്ക്വാഡ് ആ ഒരു സ്ക്വാഡ് അവന് കൊടുക്കുന്നതിന് മുൻപേ മാസ്റ്റർ അവനെ ഒരുപാട് അഡ്വൈസ് ചെയ്തതാണ്. ഇത് അത്ര എളുപ്പത്തിൽ നിന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. നിന്റെ പവർ അബ്സോർബ് ചെയ്തായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിക്കുക. സോറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് വാനോ കിൻഡത്തിലുണ്ടായിരുന്ന ആ ഒരു വലിയ പ്രസ്റ്റീജ് സ്ക്വാഡ് അതെങ്ങനെ ഒരു റിമോട്ട് വില്ലേജിൽ എത്തിയെന്ന് ആലോചിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.